സംഭവം നടക്കുന്നത് ഇടുക്കി ജില്ലയിലെ മലയോര ഗ്രാമമായ പണിക്കൻകുടിയിലാണ്. 4 വർഷങ്ങൾക്ക് മുൻപ് 2021 ഓഗസ്റ്റ് 12 വ്യാഴാഴ്ച. അന്ന് ഇടുക്കി കാമാക്ഷി താമടത്തിൽ സിന്ധു ബാബു എന്ന 45-കാരിയെ കാണാതായി. കാമാക്ഷി സ്വദേശിനിയായ സിന്ധു 12 വയസ്സുകാരനായ തൻ്റെ ഇളയ മകൻ അഖിലിനോടൊപ്പം പണിക്കൻകുടിയിൽ ഒരു വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ അയൽവാസിയായ ഒരാളെ പരിചയപ്പെട്ടത്. പണിക്കൻകുടി മാണിക്കുന്നിൽ ബിനോയ് സേവ്യർ ആയിരുന്നു ആ അയൽവാസി. ഭർത്താവുമായി പിണങ്ങിയാണ് 2016 അവൾ പണിക്കൻകുടിയിൽ ഒരു വാടക വീടെടുത്ത് അവിടെ താമസിക്കാനെത്തിയത്. അങ്ങനെ താമസിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സിന്ധു ബിനോയിയെ പരിചയപ്പെടുന്നതും ആ പരിചയം അടുപ്പത്തിലാകുന്നതും. യഥാർത്ഥത്തിൽ സിന്ധു ബിനോയിയെ കണ്ടതും പരിചയപ്പെട്ടതും ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലെത്തിയപ്പോഴായിരുന്നു. ആ പരിചയം പിന്നീട് അടുപ്പമായി. അതോടെയാണ് അവൾ വാടക വീട്ടിൽ നിന്നും മാറി ബിനോയിയോടൊപ്പം അയാളുടെ വീട്ടിൽ താമസം തുടങ്ങിയത്. ഏലത്തോട്ടത്തിന് നടുവിൽ ഒറ്റപ്പെട്ടയിടത്ത് മൺകട്ടകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഷെഡായിരുന്നു ആ വീട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളെ കാണാതായത്. സിന്ധുവിൻ്റെ ബന്ധുക്കൾ വെള്ളത്തൂവൽ പോലീസിൽ പരാതി നൽകി. കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബിനോയിയോടൊപ്പം താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ സിന്ധു തൻ്റെ ആദ്യ ഭർത്താവിനെ കാണാൻ പോയിരുന്നു. 12 ദിവസത്തോളം അവിടെ താമസിച്ചു. മടങ്ങി വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് അവളെ കാണാതായത്. സിന്ധുവിനെ കാണാതാകുന്നതിൻ്റെ തലേ ദിവസം അവളുടെ മകനെ ബിനോയ് അയാളുടെ സഹോദരിയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്നു. പിറ്റേന്ന് മകൻ തിരിച്ചെത്തിയപ്പോൾ അമ്മയെ കണ്ടില്ല. അമ്മ എവിടെ പോയെന്ന് അവൻ ബിനോയിയോട് ചോദിച്ചു. ആടിന് പുല്ലരിയാൻ പോയതാണെന്നായിരുന്നു അയാളുടെ മറുപടി. കുറേ നേരം കഴിഞ്ഞിട്ടും സിന്ധുവിനെ കാണാതായതോടെ അവൻ വീണ്ടും അമ്മയെ ചോദിച്ചു. ആരുടെയെങ്കിലും കൂടെ പോയി കാണുമെന്നായിരുന്നു ബിനോയ് പറഞ്ഞത്. അതോടെ അവൻ സിന്ധുവിൻ്റെ അമ്മയെ വിവരമറിയിച്ചു. അങ്ങനെയാണ് അവർ വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുക്കുന്നത്. പോലീസ് സിന്ധുവിൻ്റെ ബന്ധുക്കളെയും അയൽക്കാരെയും ഒക്കെ ചോദ്യം ചെയ്തു. സിന്ധുവും ബിനോയിയും തമ്മിൽ സ്വരച്ചേർച്ചയില്ലായിരുന്നു എന്നും ഇവർ തമ്മിൽ വഴക്ക് പതിവായിരുന്നെന്നുമായിരുന്നു സിന്ധുവിൻ്റെ അമ്മയുടെ മൊഴി. ബിനോയ് സിന്ധുവിനെ പലപ്പോഴും മർദ്ദിക്കുമായിരുന്നു എന്ന് അവളോടൊപ്പം താമസിച്ചിരുന്ന മകനും പോലീസിനോട് പറഞ്ഞു. സിന്ധുവിനെ കാണാതായതിനു ശേഷം ബിനോയിയുടെ വർത്തമാനത്തിലും പെരുമാറ്റത്തിലുമൊക്കെ ഒരു വല്ലാത്ത മാറ്റമുണ്ടായിരുന്നു. ഇതാണ് സിന്ധുവിൻ്റെ തിരോധാനത്തിൽ ബിനോയിക്ക് പങ്കുണ്ടെന്ന് സിന്ധുവിൻ്റെ അമ്മ പരാതി നൽകാൻ കാരണം. പോലീസിൻ്റെ അന്വേഷണം തൻ്റെ നേർക്ക് വരുന്നു എന്ന് മനസ്സിലായതോടെ പെട്ടെന്നൊരു ദിവസം ബിനോയിയെ കാണാതായി. സിന്ധുവിൻ്റെ മകനെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഏൽപ്പിച്ചതിനു ശേഷമാണ് അയാൾ ഒളിവിൽ പോയത്. പരാതി കിട്ടിയപ്പോൾ തന്നെ പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നെങ്കിൽ ബിനോയ് ഒളിവിൽ പോകില്ലെന്നായിരുന്നു സിന്ധുവിൻ്റെ ബന്ധുക്കളുടെ ആരോപണം. ബിനോയിയുടെ വീടിൻ്റെ അടുക്കളയുടെ തറ പുതിയതായി പണിഞ്ഞതാണെന്ന് സിന്ധുവിൻ്റെ മകൻ പറഞ്ഞെങ്കിലും പോലീസ് അത് കാര്യമായി എടുത്തില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു. പോലീസ് നായ അടുക്കളയിലെത്തി മണം പിടിക്കുമ്പോൾ അത് മീൻ തലയുടെ മണം കൊണ്ടായിരിക്കും എന്നായിരുന്നത്രേ പോലീസ് പറഞ്ഞത്. സിന്ധുവിൻ്റെ ബന്ധുക്കളും അയൽക്കാരും ആ പരിസരത്തൊക്കെ അന്വേഷണം നടത്തി. അവരിങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ബിനോയിയുടെ വീടിൻ്റെ അടുക്കളയിലെ സ്ലാബ് പുതിയതായി പണിഞ്ഞതാണെന്ന് കണ്ടെത്തി. മാത്രമല്ല അടുപ്പിൽ നിന്ന് വല്ലാത്ത ദുർഗന്ധവും വരുന്നുണ്ടായിരുന്നു. പക്ഷേ അത് പഴയ അടുപ്പാണെന്ന് തോന്നിക്കാൻ പുതിയതായി കെട്ടിയ അടുപ്പിന് മുകളിൽ തീ കത്തിക്കുകയും ചാരം വിതറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അടുപ്പ് പുതിയതായി പണിഞ്ഞതാണെന്നും അതിൽ തനിക്ക് സംശയമുണ്ടെന്നും സിന്ധുവിൻ്റെ മകൻ പോലീസിനോട് പറഞ്ഞിരുന്നു. പക്ഷേ പോലീസ് അത് കാര്യമായി എടുത്തില്ല. എന്തായാലും അയൽക്കാർ അടുപ്പ് പൊളിച്ചു. 2 അടിയോളം ആഴത്തിൽ മണ്ണ് മാറ്റിയപ്പോൾ 4 വിരലുകൾ കാണാനായി. പിന്നീട് മണ്ണ് മാറ്റി. അപ്പോഴാണ് സിന്ധുവിൻ്റെ നഗ്നമായ മൃതദേഹം പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞ ചാരി ഇരുത്തിയ നിലയിൽ കണ്ടെത്തിയത്. കണ്ടെടുക്കുമ്പോൾ പൂർണ്ണമായും നഗ്നമായിരുന്നു സിന്ധുവിൻ്റെ മൃതദേഹം. മാത്രമല്ല ആ മൃതദേഹം അഴുകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. പക്ഷേ സമയം വൈകിയതുകൊണ്ട് മൃതദേഹം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ കോട്ടയത്തു നിന്ന് ഫോറൻസിക് വിദഗ്ധരെത്തി പരിശോധന നടത്തിയ ശേഷം ഇടുക്കി തഹസിൽദാർ വിൻസെന്റ് ജോസഫിൻ്റെ സാന്നിധ്യത്തിൽ മൃതദേഹം പുറത്തെടുത്തു. ശ്വാസം മുട്ടിച്ചാണ് സിന്ധുവിനെ കൊലപ്പെടുത്തിയത് എന്നായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. മരണത്തിന് മുൻപ് അതിക്രൂരമായ മർദ്ദനം സിന്ധുവിനേറ്റിരുന്നു. മർദ്ദനത്തിൽ അവളുടെ വാരിയെല്ലുകൾ പൊട്ടിയിരുന്നു. ബിനോയ് ഒളിവിൽ പോയതോടെ സിന്ധുവിൻ്റെ കൊലയാളി ആരാണെന്നുള്ളതിനെക്കുറിച്ച് പോലീസിന് ഏകദേശം ധാരണ കിട്ടി. ബിനോയിയെ കണ്ടെത്താനായി ഇടുക്കി ഡിവൈഎസ്പി ഇമ്മാനുവൽ പോളിൻ്റെ നേതൃത്വത്തിൽ 3 സ്ക്വാഡുകൾ രൂപീകരിച്ച് അന്വേഷണം വ്യാപകമാക്കിയിരുന്നു. അപ്പോഴേക്കും അയാൾ ഒളിവിൽ പോയിട്ട് 20 ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു. ബിനോയിയുടെ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചതിൽ നിന്ന് അയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നെന്ന് പോലീസ് മനസ്സിലാക്കി. അങ്ങനെ തമിഴ്നാട്ടിലെത്തി അന്വേഷണം നടത്തിയെങ്കിലും അയാളെ കണ്ടെത്താനായില്ല. ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പോലീസിന് ഒരു വിവരം കിട്ടി.
ബിനോയ് പെരിഞ്ചാംകുട്ടി തേക്കുമുള പ്ലാന്റേഷനിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്നായിരുന്നു ആ വിവരം. ഈ വിവരം കിട്ടിയതോടെ പോലീസ് അങ്ങോട്ടേക്ക് കുതിച്ചു. അവിടെ എത്തിയപ്പോൾ പ്ലാന്റേഷനിൽ നിന്ന് ഇറങ്ങി കമ്പം വഴി തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതിനായി റോഡിലേക്ക് നടന്നു വരികയായിരുന്നു ബിനോയ്. പോലീസ് ബിനോയിയെ കസ്റ്റഡിയിലെടുത്തു. അയാളെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ ഒരുപാട് നേരം പിടിച്ചു നിൽക്കാൻ അയാൾക്കായില്ല. അയാൾ കുറ്റം സമ്മതിച്ചു. സിന്ധുവിനെ കൊന്നത് താൻ തന്നെയാണ്. ആദ്യ ഭർത്താവുമായി പിണങ്ങിയാണ് സിന്ധു ഇളയ മകനെയും കൂട്ടി പണിക്കൻകുടിയിലെത്തി വാടക വീടെടുത്ത് താമസം തുടങ്ങിയത്. ബിനോയിയോടൊപ്പം താമസിക്കാൻ തുടങ്ങിയ ശേഷം സിന്ധു തൻ്റെ ആദ്യത്തെ ഭർത്താവിനെ കാണാനായി പോയി. ഇതിനെ ചൊല്ലി ബിനോയിയും സിന്ധുവും തമ്മിൽ വഴക്കുണ്ടായി. ഓഗസ്റ്റ് 11-ാം തീയതി ഇടുക്കി പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് വായ്പ എടുക്കുന്നതിനുള്ള ആവശ്യത്തിനായി പോയിട്ട് മടങ്ങി വരുന്ന ബിനോയ് കാണുന്നത് സിന്ധു ആരോടോ ഫോണിൽ സംസാരിക്കുന്നതാണ്. ആരോടാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മിണ്ടിയില്ല. ഇതിനെ ചൊല്ലിയും വഴക്കുണ്ടായി. ബിനോയ് അപ്പോൾ മദ്യലഹരിയിലായിരുന്നു. അയാൾ മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുത്ത ശേഷം ആ വഴക്ക് മനഃപൂർവ്വം അവിടെ അവസാനിപ്പിച്ചു. വൈകുന്നേരത്തോടെ സിന്ധുവിൻ്റെ മകനെ തൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. രാത്രിയോടെ വീണ്ടും വഴക്ക് തുടങ്ങി. വഴക്ക് മൂത്തപ്പോൾ ബിനോയ് സിന്ധുവിനെ അതിക്രൂരമായി മർദ്ദിച്ചു. മുറ്റത്തേക്ക് തള്ളിയിട്ട് അവളുടെ ദേഹത്ത് കയറിയിരുന്ന് പിന്നെയും ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനമേറ്റ സിന്ധുവിന് അനക്കമില്ലാതെയായി. അതോടെ അവളെ വലിച്ചിഴച്ച് മുറ്റത്തുള്ള കുഴിയുടെ അടുത്തെത്തിച്ചു. ഇതിനിടയിൽ സിന്ധുവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ അയാൾ അഴിച്ചുമാറ്റി. പിന്നീട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു. അതോടെ സിന്ധു അലറിക്കരഞ്ഞു. ബഹളം വെച്ചതോടെ വെള്ളം കോരിയൊഴിച്ച് തീയണച്ച ശേഷം ശരീരം ഉണക്ക കരിയിലകൾ കൊണ്ട് മൂടി. അതിനുശേഷമാണ് അടുക്കളയിൽ കുഴിയെടുത്ത് കുഴിച്ചു മൂടിയത്. ആ മർദ്ദനത്തിൽ അവളുടെ വാരിയലുകൾ പൊട്ടി. സിന്ധുവിൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞു. അതിനുശേഷം അടുക്കളയിൽ കുഴിയെടുത്ത് മൃതദേഹം ആ കുഴിയിലേക്ക് ഇറക്കി വെച്ച് ചവിട്ടി താഴ്ത്തി മണ്ണിട്ട് മൂടി. അതിനു മുകളിൽ 2 നിര ഇഷ്ടിക വെച്ച് വീണ്ടും അതിനു മുകളിൽ അടുപ്പുണ്ടാക്കി ചാണകം മെഴുകി. അടുപ്പിൽ തീ കത്തിച്ച് ജാതിപത്രി ഉണക്കാനിട്ടു. സിന്ധുവിനെ കാണാതായ വിവരം പുറത്തു വരികയും പോലീസിൻ്റെ അന്വേഷണം ഉണ്ടാകുകയും ചെയ്താൽ ഒരുപക്ഷെ പോലീസ് നായയെ കൊണ്ടുവന്ന് പരിശോധിപ്പിച്ചേക്കാം. അങ്ങനെ പോലീസ് നായ എത്തിയാൽ മണം പിടിക്കാതിരിക്കാനായി അടുക്കളയിലും കുഴിയിലുമൊക്കെ മുളക് പൊടി വിതറി. ഇരിക്കുന്ന നിലയിലാണ് കുഴിയിൽ നിന്ന് സിന്ധുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. കുഴിച്ചു മൂടുമ്പോൾ അവളുടെ കാലുകൾ അനങ്ങിയിരുന്നുവെന്ന് ബിനോയ് പോലീസിനോട് പറഞ്ഞു. ആദ്യം തമിഴ്നാട്ടിലേക്ക് കടന്ന ബിനോയ് പിന്നീട് കേരളത്തിലേക്കെത്തി തൃശ്ശൂരും പാലക്കാട്ടും കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലുമൊക്കെയായി ഒളിവിൽ കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് കാലം ഒളിവിൽ കഴിയാൻ സാധിക്കില്ലെന്ന് അതിനകം തന്നെ അയാൾക്ക് മനസ്സിലായിരുന്നു. അങ്ങനെയാണ് പിടിക്കപ്പെടുന്നതിന് 2 ദിവസം മുൻപ് ബിനോയ് പെരിഞ്ചാംകുട്ടിയിലെ തേക്കുമുള പ്ലാന്റേഷനിലെത്തിയതും പോലീസിൻ്റെ പിടിയിലാകുന്നതും. ഉൾവനത്തിലായിരുന്നു അയാൾ ഒളിച്ചിരുന്നത്. അതിനിടയിൽ കമ്പത്തേക്ക് കടക്കാൻ ഇറങ്ങി വരുന്നതിനിടയിലാണ് പോലീസിൻ്റെ പിടിയിലാകുന്നത്. ഇതിനിടയിൽ അയാൾ തൻ്റെ കൂട്ടുകാരനെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു. ഇതോടെയാണ് ടവർ ലൊക്കേഷൻ മനസ്സിലാക്കി പോലീസ് എത്തി ബിനോയിയെ പിടികൂടുന്നത്. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. പൊന്മുടി ഡാമിൽ സിന്ധുവിൻ്റെ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചെന്നായിരുന്നു ബിനോയിയുടെ മൊഴി. എന്നാൽ തെളിവെടുപ്പിൽ ആ വസ്ത്രങ്ങൾ കണ്ടെത്താനായില്ല. ഇതിനിടയിൽ സിന്ധുവിൻ്റെ 12 വയസ്സുകാരനായ മകനെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തുമെന്ന് ബിനോയ് ഭീഷണിപ്പെടുത്തിയിരുന്നതായി ബന്ധുക്കൾ പോലീസിൽ വീണ്ടും പരാതി നൽകി. അതോടെ വധശ്രമത്തിനു കൂടി ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ യാതൊരു ഭാവവ്യത്യാസവും ഇയാളുടെ മുഖത്തുണ്ടായിരുന്നില്ല. ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ കൊല നടത്തിയത് എങ്ങനെയാണെന്നും കുഴിച്ചിട്ടത് എങ്ങനെയാണെന്നുമൊക്കെ അയാൾ പോലീസിനോട് വിശദീകരിച്ചു. സർക്കാരിൻ്റെ ഭവന പദ്ധതിയിൽ ബിനോയ്ക്ക് വീട് അനുവദിച്ചിരുന്നു. പണം കിട്ടുന്ന മുറയ്ക്ക് വീട് പുതുക്കി പണിയാനുള്ള തീരുമാനത്തിലായിരുന്നു അയാൾ. അതുകൊണ്ടാണ് മൃതദേഹം അടുക്കളയിൽ കുഴിച്ചിട്ടത്. വീട് പുതുക്കി പണിയുമ്പോൾ കുഴിച്ചു മൂടിയ ഭാഗം തറയ്ക്കുള്ളിൽ നിലനിർത്തുകയായിരുന്നു ഇയാളുടെ ഉദ്ദേശം. കൊലപാതകം നടത്തിയ ശേഷം സിന്ധുവിൻ്റെ മകനെ തന്നോട് അടുപ്പിച്ചു നിർത്താൻ ഇയാൾ ശ്രമിച്ചു. അവന് 7500 രൂപയുടെ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തു. ബിനോയ്ക്കെതിരെ സിന്ധുവിൻ്റെ ബന്ധുക്കൾ പരാതി കൊടുക്കുന്നതുവരെ ആ പയ്യൻ ബിനോയിയോടൊപ്പമാണ് താമസിച്ചിരുന്നത്. പിന്നീട് അവനെ സിന്ധുവിൻ്റെ ബന്ധുക്കൾ കൂട്ടിക്കൊണ്ടുപോയി. ആദ്യ ഭാര്യയെ മർദ്ദിച്ചതിന് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ബിനോയിയുടെ പേരിൽ വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷനിൽ 8 കേസുകളുണ്ടായിരുന്നു. സിന്ധുവിൻ്റെ ശരീരത്തിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ ഒളിവിൽ കഴിയുന്നതിനിടയിൽ അയാൾ വിറ്റിരുന്നു. അതിക്രൂരമായൊരു കൊലപാതകമായിരുന്നു സിന്ധുവിൻ്റേത്. കേരളത്തിലെ കുപ്രസിദ്ധ കൊലക്കേസുകളുടെ പട്ടികയിൽ പണിക്കൻകുടി സിന്ധു കൊലക്കേസും ഉണ്ടാകും.